കാത്തിരിക്കും. നിങ്ങൾക്കറിയാം പാമ്പ് കടിയേറ്റ് ഒരു ബൈറ്റ് കണ്ടു. പാമ്പ് ഏത് പാമ്പായിക്കോട്ടെ ബൈറ്റ് കണ്ടു. ബൈറ്റ് മാർക്കിൻ്റെ ചുറ്റിനും നിങ്ങൾ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് പാമ്പാണ്. വെനമുള്ള പാമ്പാണോ വെനമില്ലാത്ത പാമ്പാണോ എന്ന് വെച്ചാൽ വെനമെന്ന് പറയുന്നത് പ്രോട്ടീൻ, ഹൈ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ കടന്നു പോകുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് വെനമുള്ള പാമ്പിൻ്റെ കടിയാണ്. രാജവൻപാല ഉൾപ്പെടെ 1500 പെരുമ്പാമ്പുകൾ ഉൾപ്പെടെ ഇങ്ങനെ ഒരുപാട് 600-ന് മേളിൽ ശങ്കുരൻ ഉൾപ്പെടെ ഒരുപാട് ഇതിൽ എനിക്ക് എല്ലാ ജില്ലയിൽ നിന്ന് എനിക്ക് പിടികൂടാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു അറിവാണ്. കടികൾ അറിയാലോ, നിങ്ങൾക്ക് അറിയാം. 5000-ന് മേളിൽ കടികൾ വാങ്ങി. അതോടൊപ്പം തന്നെ വെനമുള്ള പാമ്പിൻ്റെ മൂർഖൻ്റെ അണലിയുടെയും കടികൾ ഏകദേശം 499 പ്രാവശ്യം കടികൾ വാങ്ങി. അതിൽ 16 പ്രാവശ്യം ക്രിട്ടിക്കലായി, 6 പ്രാവശ്യം വെന്റിലേറ്ററിലും 10 പ്രാവശ്യം ഐസിലും കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കടിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കടി എങ്ങനെയാണ് വരുന്നത്. കടി ഞാൻ എപ്പോഴത്തെ നാളുകൊണ്ട് ക്ലാസ് എടുക്കുന്നു. 2006 മുതൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് 2006 മുതൽ വനം വകുപ്പിന് ക്ലാസ് എടുക്കുന്നു, വനം വകുപ്പിന് ട്രെയിൻ കൊടുക്കുന്നു, ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ സിംറ്റംസ് കാത്തിരിക്കരുത്. ഒരു ഡോക്ടർമാരും കാത്തിരിക്കും. നിങ്ങൾക്കറിയാം പാമ്പ് കടിയേറ്റ് ഒരു ബൈറ്റ് കണ്ടു. പാമ്പ് ഏത് പാമ്പായിക്കോട്ടെ ബൈറ്റ് കണ്ടു. ബൈറ്റ് മാർക്കിൻ്റെ ചുറ്റിനും നിങ്ങൾ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് പാമ്പാണ്. വെനമുള്ള പാമ്പാണോ വെനമില്ലാത്ത പാമ്പാണോ എന്ന് വെച്ചാൽ വെനമെന്ന് പറയുന്നത് പ്രോട്ടീൻ, ഹൈ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ കടന്നു പോകുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് വെനമുള്ള പാമ്പിൻ്റെ കടിയാണ്. നിങ്ങൾക്ക് അപ്പോഴും തന്നെ ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്തില്ല. 10 വയലിൽ ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകും. നിങ്ങൾ തന്നെ ജീവൻ സംരക്ഷിക്കേണ്ട ഒരു ജീവൻ എന്താ പറയുക എടുക്കാൻ ശ്രമിക്കരുത്. ചക്കുമ്പോൾ തിന്ന് അവരങ്ങ് നശിക്കും. അതുപോലെ തന്നെ ഉക്കൻ പാമ്പിനെ പിടിക്കുന്ന ജീവിയാണ്. അതുപോലെ കീരി പാമ്പിനെ പിടിക്കുന്ന ജീവിയാണ്. ഇപ്പോൾ ഇവരൊക്കെ കുറേയൊക്കെ അങ്ങ് കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് കഴിയും. പിന്നെ കോട്ടയം ജില്ലയിൽ ഒരു മകൾ പാമ്പടിയിട്ട് മരണപ്പെട്ടു. ഹംബിനോസർ പിറ്റുവേപ്പറിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. എങ്ങനെയാണെന്ന് പറയുമ്പോൾ കുന്നിൻ്റെ മേളിൽ വെച്ച് കടി കേൾക്കുന്ന അമ്മ മോളെ എടുത്തുകൊണ്ട് ഓടി താഴേക്ക്. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കുഞ്ഞുങ്ങൾക്ക് പാമ്പ് കടി കേൾക്കുക അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടാൻ പാടില്ല. ഓടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ശരീരം നിങ്ങൾ കുലുങ്ങുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ശരീരം കുലുങ്ങുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത് പെട്ടെന്ന് അപകടപ്പെടുത്തുന്ന പാർശ്വത്തിലെത്തും. കുഞ്ഞുങ്ങൾക്ക് മരണം സംഭവിക്കും. ഇവിടെയും സംഭവിച്ച് അഴൂർ ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്ന ഈ അച്ഛൻ മകനെ എടുത്തുകൊണ്ട് ഓടി 2 വീലറിൽ കയറ്റി 2 വീലറിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. ഒരിക്കലും നിങ്ങൾ 2 വീലറിൽ കയറ്റി കുഞ്ഞുങ്ങളെ എന്ത് അപകടം രാത്രി വന്നാലും കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ 2 വീലറിൽ കയറ്റി കൊണ്ടുപോകരുത്. നിങ്ങൾക്കത് എന്താ പറയുക മറ്റു വാഹനങ്ങൾ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ തൃശ്ശൂർ നടന്നതും അതുപോലെയാണ്. പെട്ടെന്ന് മോനെ എന്താണെന്ന് അറിയാത്ത മോനെ എടുത്ത് 2 വീലറിൽ കയറ്റിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ മോനെ അവിടെ ഒരിക്കലും അങ്ങനെ മണ്ടത്തരം കാണിക്കും. കുട്ടികൾക്ക് പാമ്പടിയുടെ തോളിലെടുത്തിട്ടുണ്ട് ഓടിപ്പോകരുത്. ഇതെല്ലാം മണ്ടത്തരാണ്. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിയെ എന്താ പറയുക ആ ഒരു ചിന്തയിൽ നിന്ന് മാറ്റി, കുട്ടികളായിരുന്നു വലിയവർ ആ ചിന്തയിൽ നിന്ന് മാറ്റി കൊണ്ടുവരിക. എന്ന് വെച്ചാൽ അത് പാമ്പ് കടിയല്ല, കുഴപ്പമില്ല, നമ്മൾ അവനെ പേടിയില്ലാതാക്കുക മാത്രമാണ് ഫസ്റ്റ് എയ്ഡ്. അതിനുശേഷം അദ്ദേഹത്തിനെ പിടിച്ച് ഒരു കസേരയിലോ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്ത് ഇരുത്തിയതിനു ശേഷം ഒരു കാരണവശാലും കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ബ്ലേഡോ പിച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. ഇതെല്ലാം അപകടമാണ്. കെട്ടുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം രക്ത ഓട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയ്ക്കുക എന്നാണ്. രക്തോട്ടം കുറയ്ക്കെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന തുണി ഏതാണോ, നിങ്ങളോ അദ്ദേഹം ധരിച്ചിരിക്കുന്ന തുണി ഏതാണോ അത് 2 വിരൽ 3 വിരൽ വീതിക്ക് നല്ല നീളത്തിന് കയറിയെടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ എടുക്കുക. കടിച്ച സ്ഥലത്ത് ഒരു കൈ അകലം എടുക്കുക. അകലത്തിന് മുകളിലേക്ക് വീതിക്ക് തന്നെ ആ തുണി വെച്ച് ചുറ്റി കെട്ടുക. ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത്. രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണി കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. കൈ കെട്ടിയ ഭാഗം ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ജില്ലയിലൊരു ഹോസ്പിറ്റലിൽ ഒരു പാമ്പ് കടിച്ച ഒരു കുട്ടിയെ ഒരാളിനെ കൊണ്ടുവന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കൈ തൂക്കിയിട്ടെന്തിനാ കൈ ഉയർത്തി വെക്കണമായിരുന്നു. ഞാൻ ചോദിക്കുന്നത് കൈ ഉയർത്തി വെച്ചാൽ എന്താ സംഭവിക്കുക? ഈ ബ്ലഡ് പെട്ടെന്ന് താഴേക്ക് വന്ന് തലച്ചോറിലും ഹാർട്ടിലും ബാധിച്ച് അദ്ദേഹത്തിന് മരണം സംഭവിക്കും. കൊല്ലാനാണോ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ? അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങളെ മണ്ടത്തരം കാണിക്കുക. ഇതാ ഇങ്ങനെ വയറ്റിൻ്റെ താഴെ ഇങ്ങനെ ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ വെക്കുക. അതിന് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാലിലാണ് കടിയിട്ട് കാല് നിവർത്തി വെക്കുക, ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അറിയാം നമുക്ക് മൂർഖൻ പാമ്പിൻ്റെ കടിയൊക്കെ ആയിട്ട് നമുക്ക് ഹാർട്ടിനെ ബാധിക്കുന്ന ബലമാണ്. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഈ ആളിന് ചിലപ്പോൾ കിടക്കണമെന്ന് ഒരു കാരണവശാലും നിങ്ങൾ മലർന്ന് കിടക്കാൻ അനുവദിക്കരുത്, കമിഴ്ന്ന് കിടക്കാൻ അനുവദിക്കരുത്. ഇടത് സൈഡ് ചേർന്ന് ചരിഞ്ഞ് കിടക്കാൻ കാരണം ഇടത് സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോൾ ഹാർട്ടിനെ ബാധിക്കുന്ന ബലം പെട്ടെന്ന് ശ്വാസകോശം ചുരുങ്ങി വരുമ്പോൾ നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ ആ ഹാർട്ടിന് ഒരിക്കൽ കൂടി പ്രഷർ കൂടും, അദ്ദേഹത്തിന് മരണം സംഭവിക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ മണ്ടത്തിനെ കാണിക്കുന്നത്. വലത് സൈഡ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് പരമാവധി നിങ്ങൾ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വലത് സൈഡ് ചരിഞ്ഞ് കിടക്കുക. അപ്പോൾ വലത് സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോൾ ഈ കഫം ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന കഫം നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ കുറച്ചുകൂടി ശ്വാസം എടുക്കാനുള്ള ഒരു പ്രവണത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. അപ്പോൾ അപകടം ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതെല്ലാം
കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട്, നമ്മുടെ സേഫ്റ്റിയാണ് വലുത്, നമ്മുടെ എന്താ നമ്മുടെ ജീവനാണ് വലുത്, നമ്മുടെ മക്കളുടെ ജീവൻ, നമ്മുടെ കൊച്ചുമക്കളുടെ ജീവനൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു കാരണവശാലും പാമ്പടിയിട്ട് നിങ്ങൾ വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകരുത്. ഒരു കാരണവശാലും നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകരുത്. ആൻറ്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ മാത്രം എത്തിക്കുക. വേറെ പാമ്പിനെ തേടി നടക്കരുത്. ഏത് പാമ്പ് കടിച്ചാലും ഇന്ത്യയിൽ ഒറ്റ മരുന്നേ ഉള്ളൂ, അല്ലാതെ അണലിക്ക് വരെ മൂർഖന് വരെ ചങ്കോന് വരെ എന്നൊരു മരുന്നില്ല. മിക്സഡ് ആൻറ്റിവെനം, ഏത് മരുന്ന് പാമ്പ് കടിച്ചാലും ഒറ്റ മരുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പാമ്പ് കടിയേറ്റ് മരണങ്ങളിൽ പല കേസിലും മരണം സംഭവിക്കുന്ന പാമ്പിൻ്റെ വെനം കയറിയിട്ടല്ല, പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മരുന്നിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും നമ്മുടെ കേരളത്തിൽ മരണപ്പെടുന്നതെന്നുള്ളൊരു സത്യം കൂടി ഞാൻ പുറത്തേക്കുന്നതിൻ്റെ എന്തെങ്കിലും തെളിവാണെങ്കിൽ എന്നെ എതിർക്കുന്നവർക്ക് എന്നോട് ചോദിക്കാൻ 100 കണക്കിന് തെളിവുകൾ ഇങ്ങനെ പറത്തി വിട്ടുതരാൻ ഞാൻ തയ്യാറാണെന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ പാമ്പുകളെ സ്നേഹിക്കുന്ന, എൻ്റെ അതിഥികളെ സ്നേഹിക്കുന്ന എല്ലാവരോടും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഈ ഒരു സംഭവം നടന്നപ്പോൾ സത്യം പറഞ്ഞില്ല, എൻ്റെ മൊബൈൽ ഇതോടൊപ്പം തന്നെ വേറൊരു മാറ്റി കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഒരുത്തൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കാനിരിക്കണ്ട. ഞാൻ ശരിയാണെന്ന് പറയുന്നത്, തെറ്റായിട്ട് പറയുന്ന കുറേ എന്താ പറയുക കുറച്ച് അത് വളരെ കുറച്ച് മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. അതിൻ്റെ റിസർച്ചൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം പാമ്പ് വരുന്നുണ്ടെങ്കിൽ, സ്ഥിരം പാമ്പ് വരുന്ന സ്ഥലങ്ങളിൽ ആദ്യം ഓസ് വെച്ച് വെള്ളമൊന്ന് നനയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഡീസലോ മണ്ണെണ്ണയോ വാങ്ങി വെക്കുക. അത് ഒരു മിൽ വാട്ടറിൻ്റെ ബോട്ടിൽ, നമ്മൾ കുടിക്കാൻ വെള്ളം ഉപയോഗിക്കുന്ന ബോട്ടിൽ, അല്ല സ്പ്രേ ഒരിക്കലും ചെയ്യരുത്. എന്നിട്ട് അതിൽ ചെറിയൊരു അടപ്പിൽ ചെറിയ പപ്പടം കുത്തിരി ചുണ്ടുമ്പോൾ ചെറിയൊരു ഹോൾഡ്, ആ നനഞ്ഞ ഭാഗത്ത് 2-3 പ്രാവശ്യം നിങ്ങളങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പാമ്പിൻ്റെ പ്രത്യേകത, പാമ്പ് മൂക്കുകൊണ്ട് മണമെടുക്കുന്ന ജീവിയല്ല, ശ്വസിക്കാൻ വേണ്ടി മാത്രമാണ് മൂക്കിനും വായിൽ കൂടി എയർ വലിക്കുന്നത്. അവരുടെ ജേക്കബ് ഓർഗൻ എന്ന് പറഞ്ഞ സെൻസിങ് ഓർഗനിലേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ടങ്കാണ്, നാവാണ്. അതിനാണ് നാവ് പുറത്തേക്കിട്ട് സഞ്ചരിക്കുന്നത്. പാമ്പുകൾ നാവ് പുറത്തേക്കിട്ട് സഞ്ചരിക്കുന്നത് ഷോ കാണിക്കാനൊന്നുമല്ല. എലിയുടെ മൂത്രത്തിൻ്റെയോ യൂറിൻ്റെയോ മോഷൻ്റെയോ ഗന്ധം നാക്കുകൊണ്ട് സെൻസ് ചെയ്തിട്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് എലിയുണ്ടെന്നും പറഞ്ഞാൽ മതി. അല്ലാതെ ഇവിടെ വീട്ടിൽ വെളിയിരിക്കുമ്പോൾ മണിക്കൂട്ടാ നീ അവിടെ ഇരിക്കണമെന്നും പറഞ്ഞ ഒരു പാമ്പ് വീടിനകത്തേക്ക് വരാൻ പോകുന്നില്ല. ഈ മോഷൻ സെൻസ് ചെയ്താണ് വരുന്നത്. അപ്പം നിങ്ങൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്യുമ്പോൾ